അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ നിരന്തരമായി വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരീശ്വരവാദികളായ ആളുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിക വിമർശകന്മാരായ ആളുകൾ, എക്സ് മുസ്ലിങ്ങളെന്ന് അറിയപ്പെടുന്ന ആളുകൾ, ഇവരെല്ലാം നിരന്തരമായി ഖുർആനിനെയും ഇസ്ലാമിനെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരുടെ വിമർശനങ്ങളിൽ വല്ല കാര്യവുമുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. കൃത്യമായി നമ്മൾ വിഷയങ്ങൾ പഠിച്ചാൽ ഈ വിമർശനങ്ങളെല്ലാം വെറും പൊള്ളയായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയുന്ന ഒരു ആരോപണം, വിശുദ്ധ ഖുർആൻ അന്യമതസ്ഥരായ ആളുകളെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ അന്യമതസ്ഥരായ ആളുകളെ കൊല്ലണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് എന്നാണ് അവരുടെ ഒരു ആരോപണം. അതിനവർ പറയുന്ന തെളിവ് സൂറത്തു തൗബ 9-ാമത്തെ അധ്യായം, സൂറത്തു തൗബയിലെ 5-ാമത്തെ വചനമാണ് അതിന് തെളിവായിട്ട് പലപ്പോഴും അവർ പറയാറുള്ളത്. നമുക്ക് ആ വചനം, ആ വാക്യം, ഖുർആനിലെ വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ മലയാള പരിഭാഷയാണിത്. കേരളത്തിലെവിടെയും നമുക്കിത് ലഭിക്കും. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളുള്ള സമയത്ത് ഖുർആൻ ഒന്ന് വായിക്കുവാനും പഠിക്കുവാനും നമ്മൾ ശ്രമിക്കാം. അപ്പോൾ എന്താണ് സൂറത്തു തൗബയിലെ 5-ാമത്തെ ആയത്തിൽ പറയുന്നത്? അതിൻ്റെ മലയാള അർത്ഥം, അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. ആ ബഹുദൈവ വിശ്വാസികളെ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ കണ്ടിടത്ത്, എവിടെ വെച്ചാണോ നിങ്ങൾ കാണുന്നത് അവിടെ വെച്ച് അവരെ കൊന്നുകളയുക. ആരെ കൊന്നുകളയുക? ആ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ. അപ്പോൾ പ്രത്യേകമായ ഒരു ബഹുദൈവ വിശ്വാസികളെ ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ കൃത്യമായി ആ വാക്കിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ കൊല്ലുക എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഏതാണ് ആ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ? ഈ സൂറത്തു തൗബ, അതായത് 9-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വാചകം തന്നെ പരിശോധിച്ചാൽ ആരാണ് ആ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ കരാറിലേർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്ത് നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ഏതൊരു ബഹുദൈവ വിശ്വാസികളുമായിട്ടാണോ കരാറിലേർപ്പെട്ടത്, ആ കരാറിലേർപ്പെട്ട ആളുകളുമായി ആ കരാറിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും ഇതാ പിന്മാറുന്നു എന്നാണ് 1-ാമത്തെ വാക്യത്തിൽ ഈ തൗബയിൽ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ തൗബ എന്ന അധ്യായത്തിലെ 1-ാമത്തെ വാക്കിൽ പറയുന്നത് ഒരു കരാറുണ്ടാക്കിയ ഒരു ടീമിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളുമായി, മക്കയിലെ ആളുകളുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. അവരോട് ആ കരാറിൽ നിന്ന് ഒഴിവാവുകയും ആ കരാറിൽ നിന്നും ഒഴിവായ ആ ആളുകളെയാണ് ഇവിടെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ വധിക്കണമെന്ന യുദ്ധപ്രഖ്യാപനമാണ് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളല്ലാത്ത മുഴുവൻ ആളുകളെയും കൊല്ലണമെന്ന് ഈ ആയത്തിൽ പറയുന്നില്ല. ഈ ആയത്തിൽ പറയുന്നത് റസൂലുമായി കരാറുണ്ടാക്കിയ ചില ആളുകൾ, അവർ ചില സാഹചര്യങ്ങൾ, ചില സമയത്ത് അവർ കരാറിൽ നിന്നും പിന്മാറുകയും കരാർ ലംഘിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിൽ നിന്നും പിന്മാറുകയും അങ്ങനെ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഇതാണ് മുഴുവൻ ആളുകളെയും, മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും കൊല്ലണമെന്നതിന് തെളിവായിട്ട് ഖുർആൻ വിമർശകന്മാരായ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇനി വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ മാഇദ 5-ാമത്തെ അധ്യായത്തിലെ
32-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മറ്റൊരാളെ കൊന്നതിനു പകരമോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ ഒരു മനുഷ്യനെ വല്ലവനും കൊലപ്പെടുത്തിയാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയവനെ പോലെയാണ്, അത്രയും പാപമാണ് ആ മനുഷ്യൻ ചെയ്തത് എന്നാണ് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ അന്യായമായി വധിച്ചാൽ അത് വിശ്വാസി മുസ്ലിമായ മനുഷ്യനാണെങ്കിലും അമുസ്ലിമായ മനുഷ്യനാണെങ്കിലും അവനെ വധിച്ചാൽ അത് മുഴുവൻ മനുഷ്യരെയും വധിച്ചതുപോലെ അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അല്ലാഹു പറയുന്നു, അതോടൊപ്പം തന്നെ ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ, ഒരാളെ മരണത്തിൽ നിന്നും ഒരാൾ രക്ഷിച്ചാൽ, അത് മുസ്ലിമായാലും അമുസ്ലിമായാലും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് ഒരാൾ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെയുള്ള പ്രതിഫലം ആ മനുഷ്യന് ലഭിക്കുമെന്നും വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു. അപ്പോൾ മനുഷ്യരെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം ആവാത്തതിൻ്റെ പേരിൽ ഒരാളെ വധിക്കാൻ പാടുണ്ടോ? ഒരാളെ ശക്തമായി ഇസ്ലാം ഒരാളുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ എന്ന് സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ അധ്യായത്തിൽ നമ്മോട് വളരെ കൃത്യമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാം, ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഖുർആനിൽ പറയുന്നത്. സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതം വിശ്വസിക്കാം, അല്ലാത്ത ഒരാൾക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും ഒരു മനുഷ്യനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ മറ്റു മതസ്ഥരായ ആളുകളോട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത രീതിയിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൻതഹന, അതായത് 60-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്. മുൻതഹന 60-ാമത്തെ അധ്യായം 8-ാമത്തെ വാചകത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നതും അള്ളാഹു വിരോധിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. 60-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാചകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയാം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത്, മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വളരെ യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ആ വാചകം വായിച്ചാൽ തന്നെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുക, നിങ്ങളുടെ വീടുകളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങളോട് സൗഹാർദ്ദപരമായി ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അതാരുമായിക്കോട്ടെ, അവരോട് നന്മ ചെയ്യുന്നതിനോടും അവരോട് നീതി കാണിക്കുന്നതിനെയും അള്ളാഹു വിരോധിക്കുന്നില്ല. അവരോട് നന്മ ചെയ്യണം, അവരോട് നീതി കാണിക്കണം, നീതിപൂർവമാണ് അവരോട് നിങ്ങൾ പെരുമാറേണ്ടത്. അതോടൊപ്പം തീർച്ചയായും നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ മതവിശ്വാസികളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട്, അമുസ്ലിങ്ങളായ ആളുകളോട് നീതി കാണിക്കുകയും സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുകയും ചെയ്യുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് 60-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വാചകത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിനെതിരെ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ, ഖുർആൻ അന്യമതസ്ഥരായ ആളുകളെ കൊല്ലണമെന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്ന് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ
ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് എങ്കിലും നമ്മളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. മുസ്ലിങ്ങളായ ആളുകൾ പ്രത്യേകിച്ചും പഠിക്കണം. മറ്റുള്ള ആളുകൾ ഖുർആനിനെ വിമർശിക്കുമ്പോൾ ഈ വിമർശനത്തിൽ വല്ല കഴമ്പുണ്ടോ, ഇത് നമ്മൾ പരിശോധിക്കണം. അന്ധമായിട്ട് വിമർശനത്തെ ആ ഒരു വൈകാരികമായ രീതിയിൽ നമ്മൾ ഇടപെടാതെ അവർ പറയുന്ന വിമർശനങ്ങൾ കൃത്യമായി കേൾക്കുകയും അതിലെന്താണ് ആ വിഷയത്തിൽ ഖുർആനിൻ്റെ നിലപാട് എന്ന് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത വിശ്വാസികളായ നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.